വിദേശ ജോലി എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലക്സംബർഗ്, പിന്നെ പോളണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പോളണ്ട്, പിന്നെ വേറെ എവിടെയാ, ഇസ്രയേൽ, അമേരിക്ക, UK, വേറെ ഏത്, മാൾട്ട, ഈ രാജ്യങ്ങളിലൊക്കെ വിസ, വർക്ക് വിസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സ്ഥലത്ത്, അത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂറൽ ഏരിയയിലാണ്. ആരോ ഒരാൾ ഇങ്ങനെ ഒരു ട്രാവൽസ് തുടങ്ങി. അയാൾ 700 കോടി രൂപയാണ് പിരിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ വിദ്യാസമ്പന്നനാണ് എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ്, വിദേശ രാജ്യങ്ങളിൽ ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് അറിയാണ്ട് 15 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാശ് കൊടുക്കും. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര 500 നോട്ട്, എത്ര കെട്ടുണ്ടാവും. അത് ബാങ്ക് ട്രാൻസ്ഫറാണ് എല്ലാം കൊടുക്കുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ആരെങ്കിലും ഒരാൾ ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാൾ പറയുന്നത് സത്യമുണ്ടോ എന്ന്. ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരൊന്നും കണ്ണടച്ച് ആരെയും തന്നെ വിശ്വസിക്കരുത്. കാരണം വീട്ടിൽ ഉള്ള ഈ വീടൊക്കെ പണയപ്പെടുത്തി ആഭരണങ്ങൾ വിറ്റ്, അല്ലെങ്കിൽ ആരെയും വിവാഹം കഴിക്കാനുള്ള കാശൊക്കെ എടുത്തുകൊണ്ട് ഇവരുടെ ഇതുപോലുള്ള ആളുകളുടെ കൊടുക്കുന്നു. അവസാനം അതിൻ്റെ പിന്നാലെ 6 മാസവും 1 വർഷവും നടക്കുന്നു. അതൊക്കെ കിട്ടാനാണോ പോകുന്നത്? കിട്ടൂല. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് പേര് ചേർന്ന് നിങ്ങളൊരു സംഘടന ഉണ്ടാക്കുന്നു, ഇതുപോലെ പറ്റിക്കപ്പെട്ട സംഘടന. എന്നിട്ട് പോലീസ് പരാതി കൊടുക്കുന്നു. പോലീസ് എന്ത് ചെയ്യും? നിങ്ങൾ വേണ്ട ഇതൊക്കെ നോക്കി കണ്ട. കാരണം ഇയാളെ ഒളിവിലാവുകയാണ്. ഒരാൾ നിങ്ങൾ കാശ് കൊടുത്ത് അയാൾ ഒളിവിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അവിടെ. പിന്നെ ഇയാളെ എപ്പോഴെങ്കിലും കിട്ടിയാൽ അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് ഇന്ത്യയിൽ വ്യവസ്ഥയില്ല. ഇത്രയും തെറ്റ് ചെയ്തു, ഇത്രയും വരെ പറ്റിച്ചു. അയാൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കോടതി കമ്മീഷനെയൊക്കെ വെച്ച് അത് എല്ലാവർക്കും കൂടെ കൊടുക്കും. നിധി കമ്പനികളൊക്കെ ഇപ്പം അങ്ങനെയാണ്. അതായത് ഇവരുള്ള പ്രോപ്പർട്ടികളെല്ലാം എന്ത് ചെയ്യും? കോടതി ഫ്രീസ് ചെയ്തിട്ട് അവസാനം എത്ര കടക്കാരുണ്ട്, എന്നിട്ട് അവർക്കെല്ലാം ഇപ്പം 1 കോടിയുള്ളവർ 10 ലക്ഷം കിട്ടും, 1 കോടി ഡെപ്പോസിറ്റ് ചെയ്തവർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ രൂപ പോക്കല്ലേ. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലോട്ട് വിസ വേണം, ഇപ്പോൾ അമേരിക്കയിലോട്ട് ജോലി വേണമെന്ന് വെച്ചാൽ അമേരിക്കയിൽ അങ്ങനെ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ഇല്ല. ഇപ്പോൾ UK പോകണമെന്നൊക്കെ പറയും. UK ജോലി എന്ന് പറഞ്ഞാൽ UK ജോലിയായിട്ടില്ല. നിങ്ങൾ ആദ്യം, പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, UK നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വിസിറ്റ് വിസ കിട്ടും. മോസ്റ്റ് പ്രോബ്ലി വിസിറ്റ് വിസ. അതിൻ്റെ റീസൺ കറക്റ്റ് ആയിരിക്കണം. ആ വിസിറ്റ് വിസയ്ക്ക് പോയിട്ട് അവിടെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇല്ലീഗലായിട്ട് നിൽക്കരുത്. കാരണം വിസയൊക്കെ 6 മാസം 1 വർഷമൊക്കെ ആയിരിക്കും വിസിറ്റ് വിസ കിട്ടുന്നത്. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുകയോ പിന്നെ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യാം, നിയമപരമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ പ്രൊവിഷൻസ് ഉണ്ട്. അവിടെ അവർക്ക് ജോലിക്കാർ വേണ്ടെന്ന് ചോദിച്ചാൽ വേണം, തീർച്ചയായിട്ടും വേണം. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ജോലിക്കാർ ആവശ്യമുണ്ട്. അത് ഈ ഏജന്റുമാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഏജന്റുമാരെ കാണുമ്പോൾ ആദ്യം ഇവർക്ക് ഈ മാൻ പവർ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഒക്കെ ഉണ്ടാകുന്ന നോക്കുക. ഇവർക്ക് ഈ മാൻ പവർ റിക്രൂട്ട്മെന്റ് ലൈസൻസ് 100 പേര് 500 പേര് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുണ്ടോ നോക്കുക. അത് കഴിഞ്ഞ് അതുണ്ടെങ്കിൽ പോലും പിന്നെ വിശ്വാസം യോഗ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം പകുതി ക്യാഷുകൾ കൊടുക്കുക. അത് ഇവരെന്ത് ചോദിച്ചാൽ വിശ്വാസം ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരെ അയക്കും. ഈ അയച്ച ആളുകളാണ് പിന്നെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പോയി ചാടുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കുക. ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് വേറെ ചില വഴികളുണ്ട്. അതായത് അവിടുത്തെ രാജ്യങ്ങളിൽ തന്നെ അവർക്ക് ആവശ്യക്കാർ, അവർ HRSDC എന്ന് പറഞ്ഞു, ഹ്യൂമൻ സർവീസ് റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ, അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ആവശ്യമുള്ളവർ അവർ തന്നെ ഓഫർ ലെറ്റർ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. ആവശ്യക്കാർ ചോദിച്ചോളൂ, ഞാൻ വഴി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.